ഹലോ ഫ്രണ്ട്സ്, വാട്സപ്പിൽ നിങ്ങൾ ഒരുപാട് മെസ്സേജ് ഒരു ടൈമിൽ വരുന്ന ആളാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ചാറ്റ് ഷോർട്ട് കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ചാറ്റ് ഷോർട്ട് കട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് നമ്മുടെ കമ്പനി റിലേറ്റഡ് ആവശ്യങ്ങൾക്കോ അതല്ലെങ്കിൽ പേഴ്സണലായിട്ട് ഫാമിലി റിലേറ്റഡ് ഫ്രണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് ചാറ്റ് ചെയ്യേണ്ട ഒരാളെ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഹോം സ്ക്രീനിൽ വെക്കാൻ പറ്റും. അപ്പോൾ ഈ ഷോർട്ട് കട്ട് എങ്ങനെ ചെയ്യാമെന്ന് കണ്ടുനോക്കാം. ഗൈസ്, ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഷോർട്ട് കട്ട് ആപ്പ് ഓപ്പൺ ആക്കി. ഷോർട്ട് കട്ട് ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് ഈ സെർച്ചിൻ്റെ ബട്ടൺ ഉണ്ടല്ലോ, ഈ ഒരു പ്ലസിൻ്റെ ബട്ടൺ ഉണ്ടല്ലോ, ഈ പ്ലസിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, സെൻഡ് വാട്സപ്പ് അല്ലെങ്കിൽ വേണ്ട വാട്സപ്പിന് മാത്രം അടിച്ചു. വാട്സപ്പിൽ നിന്ന് അടിച്ച് കഴിയുമ്പോൾ സെൻഡ് മെസ്സേജ് വഴി വാട്സപ്പിൽ നിന്ന് കാണുന്നുണ്ട് ഫസ്റ്റ് തന്നെ. അതിന്മേൽ ക്ലിക്ക് ചെയ്തു. അതിന്മേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെസിപ്പിയൻ്റ് എന്ന് ചോദിക്കുന്നുണ്ട്, ആരാണ് എനിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, റിയാസ്. ഇപ്പോൾ എൻ്റെ നെയിം തന്നെ എടുത്തു, റിയാസ്. ഓക്കെ, എൻ്റെ അക്കൗണ്ട് തന്നെയാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്, പെട്ടെന്ന് ആക്സസ് ചെയ്യേണ്ടത്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഈ റിയാസ് റോയൽ, അതായത് എൻ്റെ അക്കൗണ്ട് എനിക്ക് ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഈ പ്ലസ് ബട്ടണിൽ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ടു ഹോം സ്ക്രീൻ അടിച്ചു. ആഡ് ടു ഹോം സ്ക്രീൻ അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഈ സിമ്പിളും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റും. ഇനി ഇമോജി മാത്രമല്ല കേട്ടോ, എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ഫോട്ടോ. എനിക്ക് ഒരു പിക്ചർ വേണമെങ്കിൽ അങ്ങനെയും വെക്കാം. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ആപ്പിളിൻ്റെ ചിത്രം കൊടുക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു പിക്ക് വേണമെങ്കിൽ ഈ ലോഗോൻ്റെ പിക്ക് വാങ്ങി കൊടുക്കാം. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് ആഡ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഹോം സ്ക്രീനിൽ ആഡായി. കണ്ടാ, ഹോം സ്ക്രീനിൽ ആഡായി, ആ ഒരു ആപ്പ് പോലെ. ഇനി ഇത് ഓപ്പൺ ആക്കി ഡയറക്റ്റ് റിയാസിൻ്റെ മെസ്സേജ് ചെയ്യുക, റിയാസിൻ്റെ മെസ്സേജിലേക്ക് പോകും. അതായത് എൻ്റെ അക്കൗണ്ടിലേക്ക് പോകും. ഡയറക്റ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ റിയാസ് റോയൽ എൻ്റെ വാട്സപ്പിലേക്ക് പോയത്. ഓക്കെ, സോ ഇത്ര ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കസ്റ്റമൈസ് ചെയ്യാം. ഇതിന് ഈ ഹോം സ്ക്രീനിൽ നിന്ന് എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രണ്ടിൽ നല്ല ഫ്രണ്ടിലോ അല്ലെങ്കിൽ ഇതിൽ ഈ ഒരു ഡൗണിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്ത് വെക്കാം എവിടെ വേണമെങ്കിലും. അപ്പോൾ ഗൈസ്, ഒരു എമർജൻസി സിറ്റുവേഷനിലൊക്കെ നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു വാട്സപ്പ് ഷോർട്ട് കട്ടാണ്, ഐഫോൺ റിലേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എനിവേ ഇതുപോലത്തെ ചെറിയ ടിപ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എനിവേ താങ്ക്സ്.